കാരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാട്യശാസ്ത്ര ടീം അവിടെ ഒരു ഡാൻസ് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഡാൻസ് നടക്കുന്ന വേളയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ 2 കുട്ടികളെ വിലക്കേർപ്പെടുത്തി. അവരെ ഈ ഡാൻസ് കളിക്കാൻ അനുവദിക്കാത്ത ഒരു നിലപാടുമായിട്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വന്നിരുന്നു. ഇപ്പോൾ ഈ ഡാൻസ് പഠിപ്പിച്ച അധ്യാപിക ഷെർലി നമുക്കൊപ്പമുണ്ട്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ നമുക്ക് 8:30-ക്കായിരുന്നു നാട്യശ്രീയുടെ പ്രോഗ്രാം നമുക്കുണ്ടായിരുന്നത്. നോട്ടീസിൽ പേരടിച്ച് വന്നിട്ട് അവർ ഒരുപാട് തവണ അനൗൺസ് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു 8:30-ക്കാണ് പരിപാടിയെങ്കിലും കളങ്കാവൽ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്ക് 9 മണിയോളമായി. നമ്മൾ പോയി പൂജയൊക്കെ കഴിഞ്ഞു, വിളക്ക് കത്തിച്ചു, കുട്ടിയൊക്കെ ചിലങ്ക കൊടുത്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായപ്പോഴത്തേക്ക് അമ്പല കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് ടീച്ചറെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പുറത്തോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് 2 കുട്ടികളെ നിങ്ങൾ ഒഴിവാക്കിയിട്ടേ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. തീർത്ത് എന്തായിരുന്നു അതിന് പറഞ്ഞ കാരണം? അപ്പം ഞാനിത് ഇവരടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ 2 കുട്ടികളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ് കാരണം? അപ്പോൾ പറയുന്നു വരിസംഖ്യ 5000 രൂപ അവരുടെ വീട്ടിൽ പോയി ആവശ്യപ്പെട്ടു, പക്ഷേ ഈ പാരൻസ് കൊടുക്കൂല എന്ന് പറഞ്ഞു. ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ? ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്പലത്തിൻ്റെ വരിസംഖ്യ തുക ഉത്സവമായിട്ട് ബന്ധപ്പെടുത്തി പിരിവുകളുണ്ടല്ലോ. അപ്പോൾ ആ പിരിവിന് 5000 രൂപ വീട്ടുകാർ കൊടുക്കണമെന്ന് അവർ വീട്ടിൽ പോയി, ഞാനിതൊന്നും പറഞ്ഞില്ല, ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ അവിടെ വെച്ച് കൊടുക്കൂല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അതാണ് അവർ റീസൺ പറയുന്നത്. അപ്പോൾ ഈ 2 കുട്ടികളായിരുന്നു അവിടെ വിലക്ക് ഏർപ്പെടുത്തിയത്. അതിലൊരു കുട്ടിയുടെ അമ്മ നമുക്കൊപ്പം ഉണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ഒരു ടൈമിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് ഒരു 5000 രൂപ പുള്ളി ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ചേട്ടാ ഇപ്പം തരാൻ പറ്റത്തില്ല, 1 ലക്ഷം രൂപയെ കൂടുതൽ അരങ്ങേറ്റാവുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറണം, അപ്പോൾ വീട് പണി എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇത്ര മാത്രമേ ഇഷ്യൂ ഉള്ളൂ, വേറെ ഓക്കെ എന്ന് പറഞ്ഞാൽ ആ പുള്ളി പോവുകയും ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നതും മറ്റ് പാരൻസ് ഒന്നും എന്നോടൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. ടീച്ചർ അവിടെ നിന്ന് സംസാരിക്കുന്നു, എന്തൊക്കെയാണ് നടക്കുന്നു, ഒരു കാര്യം പ്രോഗ്രാം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ കാരണത്താലാണ് ഇങ്ങനത്തെ ഇഷ്യൂ കാരണമാണ് നടത്തില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും പാരൻസ് ഇവിടെ സംസാരിക്കുന്നത്. അവരോട് ഞങ്ങൾ യാതൊരു തെറ്റും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു 5000 രൂപ കൊടുക്കുന്നില്ല എന്നുള്ള പേരിലാണ് എനിക്ക് വേണ്ടി 4 വയസ്സായി കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ. അവർ 11 മണി മുതൽ 9 മണി വരെ മേക്കപ്പ് ഇട്ട് ഇവിടെ കുട്ടികൾ നിൽക്കുന്നത്. അവർ ആ കുട്ടികളുടെ മുഖം പോലെ നോക്കാതെയാണ് ഒരു 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കുട്ടികളുടെ കല നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. എന്തൊക്കെയാണ് അവിടെ അവർ പറഞ്ഞത്? ഒരു അധ്യാപിക എന്നുള്ള രീതിയിലല്ല അവിടെ സംസാരിച്ചത്, വളരെ മോശമായിട്ടാണ് നമ്മുടെ അധ്യാപികയുടെ സംസാരിച്ചത്. ഇറങ്ങിപ്പോടി എന്ന് മറ്റ് ഭാഷകൾ സഹിതം ഒരു അമ്പലത്തിൻ്റെ അകത്ത് പറയാൻ പാടില്ലാത്ത മോശമായ ഒരുപാട് വാക്കുകളാണ് അവിടെ സംസാരിച്ചത്. പലരും മദ്യപിച്ചാണ് അവിടെ വന്നത്. ഈ മക്കൾക്കൊക്കെ ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു ഈ അരങ്ങേറ്റം, അതായിരുന്നു ഇവർ ഈ തരത്തിൽ ഇല്ലാതാക്കിയത്. അരങ്ങേറ്റമല്ലായിരുന്നു അവിടെ നടക്കുക, ഒരു പ്രോഗ്രാമായിരുന്നു. അരങ്ങേറ്റം എന്ന് വിചാരിച്ചാണ് അവരവിടെ മുടക്കാനായിട്ട് ശ്രമിച്ചത്. എൻ്റെ മക്കൾ മാത്രമല്ല, ഇരിക്കുന്ന എല്ലാ മക്കളും ആ ഒരു ഒത്തിരി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് എല്ലാ കുട്ടികളും, ഒന്നുമില്ലാത്ത എല്ലാ മക്കളും 20 കുട്ടികളുണ്ട്, എല്ലാ പേരും പാരൻസും എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് വേദിയിൽ നമ്മൾ ഇറങ്ങിയത്. ഒരു വർഷത്തെ കൊണ്ട് രാത്രി ഞങ്ങൾ എക്സാം ടൈമും കൂടെയാണ് കുട്ടികൾക്ക്. അതുപോലും കുട്ടികൾ 11 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മിക്ക പേരും പോകുന്നത് കുട്ടികൾ. കാരണം രാവിലെ എക്സാം കഴിഞ്ഞ് വൈകിട്ട് വരുന്ന കുട്ടികൾ സഹിതമുണ്ട്. ആ എക്സാം പോലും അവർ വകവയ്ക്കാതെയാണ് ഈ പ്രാക്ടീസ് എന്നും പറഞ്ഞാണ് കുട്ടികൾ ഇവിടെ കഴിഞ്ഞത്. അതെല്ലാം അവർ കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളോട് ഈ ചതി ചെയ്തത്. ടീച്ചറിനോട് മോശമായിട്ട് ഇവർ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ സംസാരിച്ചു? ഈ സമയത്ത് സംസാരിച്ചു, വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ വന്നിട്ട് നിന്നോട് ഇവിടെ പ്രസംഗിക്കാൻ പറഞ്ഞത് ആരടി, പിന്നെ എടിയപ്പൊടി എന്നൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന പരിഗണനയില്ല, അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കൊണ്ടുവന്നൊരു ടീച്ചറാണെന്നുള്ളൊരു പരിഗണന പോലും അവർ തന്നില്ല. വളരെ മോശമായി പോയി. ഇവർ പരിപാടി അവതരിപ്പിക്കേണ്ട എന്ന് തന്നെ തീർത്തും പറഞ്ഞു. തീർത്തും അവർ പറഞ്ഞു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ല, ആ കുട്ടികളെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം, ആ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടാണെങ്കിൽ പ്രോഗ്രാം ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, തീർത്ത് പറഞ്ഞു. ഏറെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഈ ഒരു കുട്ടികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു വലിയൊരു വേദിയിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത്. പക്ഷേ രാവിലെയോടുകൂടി ചമയമൊക്കെ പൂർത്തിയാക്കി വളരെ കാത്തിരുന്ന് രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം കുട്ടികൾക്കുണ്ടായത്. അതിൽ ഏറെ വിഷമമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അധ്യാപികയും രക്ഷകർത്താവും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.